ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാൾ. ജോൺ ഡ്രൈഡൻ എഴുതിയ മാക് ഫ്ലെക്നോ എന്ന പോയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജോൺ ഡ്രൈഡൻ 1631 ജനിച്ച് 17,000 അദ്ദേഹം മരിക്കുന്നത്. ചാൾസ് സെക്കൻഡിൻ്റെ ഭരണകാലത്ത് റീസ്റ്റോറേഷൻ പീരിയഡിലെ ഇംഗ്ലണ്ടിലെ പോയറ്റും ലിറ്റററി ക്രിറ്റിക്കും ട്രാൻസ്ലേറ്ററും പ്ലേ റൈറ്ററും ഒക്കെ ആയിരുന്നു അദ്ദേഹം. 1668 പോയറ്റ് ലൂറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഡ്രൈഡൻ്റെ ജീവിതകാലത്തെ ഡ്രൈഡൻ ഏജ് എന്നും പറയുന്നു. റൊമാൻറ്റിക് റൈറ്ററായിരുന്ന സർ വാട്ടർ സ്കോട്ട് ഡ്രൈഡനെ വിശേഷിപ്പിച്ചത് ഗ്ലോറിയസ് ജോൺ എന്നായിരുന്നു. ഇനി മാക് ഫ്ലെക്നോ എന്ന് പറയുന്ന പോയം ഇതൊരു മോക്ക് എപ്പിക് പോയമാണ്. എന്താണ് മോക്ക് എപ്പിക് പോയം? ക്ലാസിക്കൽ എപ്പിക് പോയത്തിൻ്റെ സബ്ജക്റ്റും മോഡലും യൂസ് ചെയ്ത് പരിഹാസ രൂപേണ ഒരു സില്ലി മാറ്റർ ആയിക്കൊണ്ട് അവതരിപ്പിക്കുന്നത് തന്നെയാണ് മോക്ക് എപ്പിക് പോയം എന്ന് പറയുന്നത്. ടൈറ്റിൽ ഓഫ് ദ പോയം മാക് ഫ്ലെക്നോ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. മാക് മീൻസ് സൺ, മാക് ഫ്ലെക്നോ മീൻ സൺ ഓഫ് ഫ്ലെക്നോ. ഇതിൻ്റെ ഒരു സബ് നെയിം എന്ന് പറയുന്നത് എ സറ്റയർ ഓൺ ദ ട്രൂ ബ്ലൂ പ്രൊട്ടസ്റ്റന്റ് പോയറ്റ് ടി.എസ്. എന്ന് പറയുന്നത് തോമസ് ഷാഡ്വെൽ. 18th സെഞ്ച്വറിയിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിരുന്നു ഷാഡ്വെലും ഡ്രൈഡനും. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് സറ്റയറുകൾ എഴുതിയിരുന്നു. ഇവിടെ ബ്ലൂ മീൻസ് എക്സ്ട്രീം വിഗ് എന്നാണ്. 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിലെ രണ്ട് ഒപ്പോസിംഗ് പൊളിറ്റിക്കൽ പാർട്ടികളായിരുന്നു വിഗും ടോറിയും. ചാൾസിൻ്റെ മരണത്തിനു ശേഷം കിങ് ചാൾസിൻ്റെ ബ്രദറായ ജെയിംസ് അധികാരത്തിൽ വരണമെന്ന കാര്യത്തിൽ രണ്ട് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. വിഗ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റ് ഓഫ് ഇംഗ്ലണ്ട്, കിങ് ചാൾസിന് ശേഷം ജെയിംസ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നവരും മൊണാർക്കിയെ ഇഷ്ടപ്പെട്ടിരുന്നവരുമാണ്. കിങ്ങിനാണ് സുപ്രീം പവർ എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ടോറി എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ചർച്ച് പാർട്ടിയാണ്. ഡ്രൈഡൻ ഒരു ടോറി പാർട്ടിയും ഷാഡ്വെൽ വിഗ് പാർട്ടിയുമായിരുന്നു. ഇത് തന്നെ ഒരു ബേസിക്കായിട്ട് അവർ തമ്മിലുള്ള ഒരു കോൺട്രാഡിക്റ്ററി മൈൻഡിൻ്റെ എക്സാമ്പിളാണ്. ടോറീസിനെ വിളിച്ചിരുന്നത് തന്നെ അഡ്വൈസറീസ് ട്രൂ ബ്ലൂസ് എന്നായിരുന്നു. ഡ്രൈഡൻ ഈ ഫ്ലെക്നോ എന്ന പേര് ചൂസ് ചെയ്യുന്നത് ഒരു ഡള്ളാർഡിൻ്റെ സിനണിം ആയിക്കൊണ്ടാണ്, അതായത് ഒരു ബുദ്ധിയില്ലായ്മയുടെ സിനണിം ആയിക്കൊണ്ടാണ് ഫ്ലെക്നോ എന്ന പേര് യൂസ് ചെയ്യുന്നത്. ഡ്രൈഡന് ഫ്ലെക്നോ എന്ന പേര് ലഭിക്കുന്നത് ആൻഡ്രൂ മാർവെൽ, റീസ്റ്റോറേഷൻ പീരിയഡിലെ സെറ്ററിസ്റ്റ് ആയിരുന്ന ആൻഡ്രൂ മാർവെൽ ഫ്ലെക്നോ ആൻഡ് ഇംഗ്ലീഷ് പ്രീസ്റ്റ് അറ്റ് റോം എന്ന വർക്കിൽ ഫ്ലെക്നോയെ സെറ്റർ ചെയ്യുന്നുണ്ട്. ബാഡ് പോയവും ഫ്ലെക്നോവും തമ്മിലൊരു റിലേഷൻഷിപ്പാണ് ഇവിടെ ആൻഡ്രൂ മാർവെൽ കാണിക്കുന്നത്. ഇതിൽ നിന്നുമാണ് ഡ്രൈഡൻ ഈ ഒരു നാച്ചുറൽ കണക്ഷൻ കണ്ടെത്തുന്നത്, ബാഡ് പോയവും ഫ്ലെക്നോവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇനി റിച്ചാർഡ് ഫ്ലെക്നോ എന്ന് പറയുന്നത് ഒരു ഐറിഷ് റൈറ്റർ ആയിരുന്നു. 17th സെഞ്ച്വറിയിൽ ഡൾനെസിൻ്റെ മൊണാർക്ക് എംപറായിട്ടാണ് ഫ്ലെക്നോയെ കാണുന്നത്. മാക് ഫ്ലെക്നോ ഇതിലെ 1 to 12 ലൈൻസ് ഫ്ലെക്നോയെയും അഗസ്റ്റസിനെയും കുറിച്ച് കമ്പയർ ചെയ്യുകയാണ്. ഡൾനെസ് അതായത് ബുദ്ധിയില്ലായ്മയുടെ രാജാവ് എന്നാണ് ഫ്ലെക്നോ അറിയപ്പെടുന്നത്. 50 വർഷം മറ്റെതിരാളികളില്ലാതെ ഭരിച്ച ഡൾനെസിൻ്റെ കിങ്ങാണ് ഫ്ലെക്നോ. റോമിലെ കിങ്ങായ അഗസ്റ്റസുമായിട്ടാണ് ഫ്ലെക്നോയെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഫ്ലെക്നോയും അഗസ്റ്റസും ഗ്രേറ്റ് എംപറേഴ്സ് ആയിരുന്നു. രണ്ടുപേരും യങ് ഏജിൽ തന്നെ അവരുടെ ഭരണം തുടങ്ങിയിട്ടുണ്ട്. വളരെ ദീർഘകാലം ഭരണം നടത്തിയ റൂളേഴ്സ് ആയിരുന്നു. ഫ്ലെക്നോ 50 ഇയേഴ്സും അഗസ്റ്റസ് 44 ഇയേഴ്സും ഭരണം നടത്തിയിട്ടുണ്ട്. ഫ്ലെക്നോയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ റൂളറെ കണ്ടെത്തുക എന്നത് വലിയൊരു ടാസ്ക്കായി മാറി. തനിക്ക് ശേഷം ആര് എന്ന ഒരു ആങ്സൈറ്റി ഫ്ലെക്നോയിലുണ്ടായി. ഗുഡ് സെൻസിനും വിസ്ഡത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നെക്സ്റ്റ് പ്രോജനിയെ കണ്ടെത്തുക എന്നത് എങ്ങനെയെന്ന് ഫ്ലെക്നോ ഡിസിഷൻ എടുക്കുന്നു. ഇനി 12 to 18 ലൈൻസ് വൈ ഷാഡ്വെൽ ചൂസ്, എന്തുകൊണ്ട് ഷാഡ്വെല്ലിനെ ചൂസ് ചെയ്തു? ഫ്ലെക്നോ തൻ്റെ അനന്തരാവകാശിയായിക്കൊണ്ട് മറ്റനേകം മക്കളിൽ നിന്നും ഷാഡ്വെല്ലിനെയാണ് ചൂസ് ചെയ്തത്.
ഷാഡ്വെല്ലിന് പാരൻ്റൽ ക്വാളിറ്റി ഫുൾ മെഷർമെൻറ്റിലുണ്ട്, അതായത് ഡൾനെസ് ക്വാളിറ്റി. ഫാദറിൻ്റെ തനി പകർപ്പാണ് ഷാഡ്വെൽ. ഷാഡ്വെല്ലിൻ്റെ ഏർലിയർ പോയം ഈ ഡൾനെസ് ശരിവെക്കുന്നുണ്ട്. നാച്ചുറലി ഷാഡ്വെൽ കുറച്ചധികം തടിയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. സോ ഷാഡ്വെല്ലിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനനുസരിച്ച് തന്നെ ഇൻ്റലക്ച്വൽ ഡൾനെസ്സും സ്റ്റുപ്പിഡിറ്റിയും കമ്പയർ ചെയ്യുന്നുണ്ട്. ഫോഗും മിസ്റ്റും, അതായത് മൂടൽ മഞ്ഞു ഒരു ഡേ ലൈറ്റിൻ്റെ ക്ലിയർനെസ് കുറയ്ക്കുന്നത് പോലെ ഷാഡ്വെല്ലിൻ്റെ സ്റ്റുപ്പിഡിറ്റി ഒരു ക്ലിയർ തിങ്കിങ്ങിൻ്റെ തടയുന്നു. മഡൽ ഹെഡായിട്ടുള്ള, അതായത് കുഴഞ്ഞു മറിഞ്ഞ ബുദ്ധിയുള്ള ഒരു ഹെഡിനെ തുളച്ച് കയറാൻ, പെനിട്രേറ്റ് ചെയ്യാൻ ഒരു പ്രകാശരശ്മിക്കും കഴിയില്ല എന്ന് ഡ്രൈഡൻ ഇതിലൂടെ ഷാഡ്വെല്ലിനെ സറ്റൈർ ചെയ്യുന്നു. ഓക്ക് ട്രീയെ പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നത്തിങ് പെർട്ടിക്കുലർലി ടു ഡു. ഷാഡ്വെല്ലിൻ്റെ സ്റ്റുപ്പിഡിറ്റി മറ്റുള്ളവർക്ക് അഭ്യസിപ്പിച്ച് കൊടുക്കുന്നുമുണ്ട്. ഈവൻ ഷാഡ്വെല്ലിൻ്റെ സ്റ്റുപ്പിഡിറ്റി ഫ്ലെക്നോയുടെ ഡൾനെസ്സുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്ലെക്നോയുടെ ഡൾനെസ് നിറം മങ്ങിയതാണ് എന്നുകൂടി പറയുന്നു. ഇനി 29 to 40 ലൈൻസ്. ഇവിടെ ഹേവുഡിനെയും ഷേർലിയെയും കുറിച്ചാണ് പറയുന്നത്. 16th സെഞ്ച്വറിയിലെ എലിസബത്തൻ പോയറ്റായ ഹേവുഡും ജെയിംസ് ഷേർലിയും അവർ ഷാഡ്വെല്ലിൻ്റെ മുൻഗാമികളാണ്. ഇവരാണ് ഷാഡ്വെല്ലിൻ്റെ സ്റ്റുപ്പിഡ് ആർട്ടിനും അതുപോലെ തന്നെ മീനിങ്ലെസ് വേർഡ്സും ഫ്രേസും റിപ്പീറ്റായി ചെയ്ത് യൂസ് ചെയ്യുന്നതിൽ ഷാഡ്വെല്ലിൻ്റെ മാസ്റ്റേഴ്സ്. ഷാഡ്വെല്ലിനെ ഇവിടെ ഡ്രൈഡൻ പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ഓഫ് ടോട്ടോളജി, അതായത് പ്രോഫറ്റ് ഓഫ് ടോട്ടോളജി. ടോട്ടോളജിക്ക് ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് ഷാഡ്വെൽ തന്നെയാണ് എന്നാണ്. ഫ്ലെക്നോ ഈ ലോകത്ത് ഒരു ഗ്രേറ്റ് ഡള്ളാർഡിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കിങ് ജോൺ ഫസ്റ്റിന് വേണ്ടി എൻ്റെ ല്യൂട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്തു. അത് ഷാഡ്വെല്ലിൻ്റെ എൻട്രിക്ക് വേണ്ടി വഴിയൊരുക്കിയതാണ് എന്ന് ഫ്ലെക്നോ പറയുന്നു. ഫ്ലെക്നോ മൈ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സ്വന്തത്തെ തന്നെയാണ്. ഫ്ലെക്നോ പോർച്ചുഗൽ കിങ്ങിൻ്റെ മുമ്പിൽ എൻ്റർടൈനിങ്ങിനു വേണ്ടി പ്രസൻറ്റ് ചെയ്ത മ്യൂസിക്കൽ പെർഫോമൻസ് വൻ വിജയമായിരുന്നു എന്നും ഇതുപോലെ ഒരു ഡൾനെസ് ഷാഡ്വെല്ലും അതിഗംഭീരമായി കിങ്ങിൻ്റെയും കോർട്സിൻ്റെയും മുമ്പിൽ എൻ്റർടൈൻ ചെയ്യുമെന്നും ഡ്രൈഡൻ ഇവിടെ സറ്റൈർ ചെയ്യുന്നു. 41 to 51 ലൈൻസ്. ഇവിടെ ഏരിയോണിനെയും ഷാഡ്വെല്ലിൻ്റെ സോങ്സിനെയും കമ്പയർ ചെയ്യുകയാണ്. ഷാഡ്വെല്ലിൻ്റെ ഈ പൊണ്ണത്തടി ഉപയോഗിച്ച് കൈകൾ കൊണ്ട് പരിഹാസ രൂപേണ ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്നും അബ്സർഡ് ഡ്രാമയെ പോലെയാണത് എന്നും പോയിറ്റ് സറ്റൈർ ചെയ്യുന്നു. ഡ്രൈഡൻ ഓർമ്മിപ്പിക്കുന്നത് ഗ്രീക്ക് മ്യൂസീഷ്യനായ ഏരിയോണിനെയാണ്. ഏരിയോണിനെ കൊല്ലാൻ വേണ്ടി കൂടെയുള്ള ബോട്ടിൽ നിന്നുള്ള ആളുകൾ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അവസാനമായി ഒരു സോങ് പാടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ സോങ് കേട്ടുകൊണ്ട് ഡോൾഫിൻസ് ഈ സോങ്ങിൻ്റെ ആകർഷണം കൊണ്ട് ഐലാൻഡിലൂടെ നീന്തി കളിക്കുന്നുണ്ട് എന്നും അദ്ദേഹം തൻ്റെ എനിമീസിനെ ഈ മ്യൂസിക് യൂസ് ചെയ്താണ് വകവരുത്തുകയും ചെയ്തത് എന്നും പറയുന്നുണ്ട്. ഡ്രൈഡൻ ഏരിയനുമായി ഐറോണിക്കലി കമ്പയർ ചെയ്യുകയാണ്. ഷാഡ്വെൽ കിങ്ങിൻ്റെ പ്രീതിക്ക് വേണ്ടി മുഖസ്തുതി പാടി മ്യൂസിക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ടോട്ടലി അൺകോൺഷ്യസ് ആണ് എന്നും ഒരു പോയത്തിൻ്റെ മെക്കാനിക്കൽ റിതമും വിരസത തോന്നിക്കുന്ന വേഴ്സസും മീറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബോട്ടിന് ചുറ്റും ലാർജ് നമ്പേഴ്സ് ഓഫ് ഫിഷ് അലസമായി നടക്കുന്നുണ്ട്. ഷാഡ്വെല്ലിൻ്റെ സോങ്ങിൻ്റെ ബ്യൂട്ടി കൊണ്ടല്ല അവരങ്ങനെ ഈ ബോട്ടിന് ചുറ്റും നീന്തിക്കൊണ്ടിരിക്കുന്നത്. കിങ്ങിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും തേംസ് റിവറിലേക്ക് ബോട്ടിൽ നിന്നും എറിഞ്ഞു നൽകുന്ന അപ്പകഷ്ണങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഫിഷസ് ബോട്ടിനെ വലം വെച്ച് നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ഡ്രൈഡൻ പറയുന്നു. 50 to 54 ലൈൻസ്. ദ ട്രെബ്ലസ് ആൻഡ് ബാസസ്. വിരൂപമായി ഷാഡ്വെൽ തൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ട് ല്യൂട്ടിലെ സ്ട്രിങ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. പരുക്കൻ സ്ട്രോക്സ് എല്ലാവരെയും പേടിപ്പെടുത്തുന്നുണ്ട്. ഷാഡ്വെല്ലിൻ്റെ തമ്പിലെ നെയിൽ ഷാർപ്പൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു വാളുപോലെ ക്രൂവലായി മ്യൂസിക്കൽ ട്രെബ്ലസിനെ കട്ട് ചെയ്യുന്നു. ട്രെബ്ലസ് എന്ന് പറയുന്നത് ഒരു ഷ്രില്ലറ്റ് നോട്ട് ഇൻ മ്യൂസിക് ആണ്. ബാസസ് എന്ന് പറയുന്നത് ഒരു ഗ്രേവസ്റ്റ് നോട്ട് ഇൻ മ്യൂസിക്. ഇതൊരു ഗർജനമായി മാറുന്നു എന്ന് പറയുന്നു. പിസിംഗ് അല്ലിയിലും ആസ്റ്റൺ ഹാളിലും ഷാഡ്വെല്ലിൻ്റെ സൗണ്ട്സ് പ്രതിധ്വനിക്കുന്നുണ്ട്. പിസിംഗ് അല്ലി എന്ന് പറയുന്നത് ലണ്ടനിലെ സ്ട്രീറ്റും ആസ്റ്റൺ ഹാൾ എന്ന് പറയുന്നത് ലോർഡ് ആസ്റ്റോണിൻ്റെ ഹോമുമാണ്. ബാൻഡിനനുസരിച്ച് ഷാഡ്വെല്ലിൻ്റെ കയ്യിലുള്ള പേപ്പർ ഉപയോഗിച്ച് താളം പിടിക്കുന്നുണ്ട്. ഈ താളം പിടിക്കുന്നതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്
ഫാർമർ തൻ്റെ ധാന്യം മെതിക്കാൻ കൈകൾ ചലിപ്പിക്കുന്ന പോലെ എന്നാണ്, അതായത് കറ്റ മെതിക്കുന്ന പോലെ. 55 to 62 ലൈൻസ് ഷാഡ്വെല്ലിനെയും സിംഗിൾട്ടനെയുമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ സംഗീത വിരുന്നിൽ ഒരേ ശൈലിയിൽ മോണോട്ടോണസായി തൻ്റെ കൈകൾ ചലിപ്പിക്കുന്ന ഷാഡ്വെൽ മെക്കാനിക്കൽ ആക്ഷൻ പോലെയുണ്ട് എന്നും ഫൂളിഷും സെൻസ്ലെസ് വേർഡ്സും തൻ്റെ പോയത്തിൽ റിപ്പീറ്റായി ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു. വെൽ നോൺ ഡാൻസറായ സെയിൻറ്റ് ആൻഡ്രിക്ക് പോലും കൃത്യമായി ഷാഡ്വെല്ലിൻ്റെ സോങ്ങിന് ഡാൻസ് ചെയ്യാൻ കഴിയില്ല എന്നും. സിംഗിൾട്ടൺ എന്ന് പറയുന്നത് ഒരു മ്യൂസീഷ്യനാണ്. വിലേരിയസ് വില്യം ഡേവിഡിൻ്റെ ട്രാജിക് കോമിക് ഒപ്പേരയിലെ ക്യാരക്ടറാണ് വിലേരിയസ്. റിച്ചാർഡ് ഫ്ലെക്നോക്ക് തൻ്റെ ഈ ഡൾനെസ്സിലുള്ള അത്ഭുത ഗുണം തൻ്റെ മകൻ മറികടന്നതിലുള്ള ആനന്ദത്താൽ അഭിമാനിക്കുകയാണ്. ഷാഡ്വെൽ ഡൾനെസ്സിൻ്റെ കാര്യത്തിൽ അധികാരമേൽക്കാൻ തർക്കിക്കാൻ കഴിയാത്ത വിധം ലെജിറ്റിമേറ്റ് ആണ് എന്ന് കൂടി പറയുന്നു. 64 ലൈൻ ടു 78 ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ, അതായത് കിരീടധാരണത്തിന് പട്ടാഭിഷേകത്തിന് ലണ്ടനിലെ ഒരു മഹത്തായ സ്ഥലമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഷ്യൻ ടൈമിൽ ഓൾഡ് ലണ്ടൻ്റെ പുറത്തുള്ള ഒരു സ്ഥലമാണത്. അവിടെ ഒരു റൗണ്ടിനുള്ളിൽ ഒരു ചെറിയ വാച്ച് ടവർ ഉണ്ടായിരുന്നു എന്നും അതിൻ്റെ പേരാണ് ബാർബിക്കോൺ. അത് പൊളിഞ്ഞു വീണു നശിച്ചു പോയി എന്നും പറയുന്നു. ലണ്ടനിലെ ആൾഡർസിഗേറ്റിലുള്ള ഒരു സ്ട്രീറ്റാണ് ബാർബിക്കൻ. പിന്നീട് അത് ബ്രോതൽസ്, അവരുടെ പ്രോസ്റ്റിറ്റ്യൂട്ട് പ്ലേസ് ആക്കി മാറ്റി. പിന്നീട് അതിൻ്റെ ഒരു ഭാഗത്ത് യങ് ആക്ടേഴ്സും ആക്ട്രസും അവരുടെ തിയേറ്ററിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. അവിടെ ഫ്യൂച്ചറിലേക്കുള്ള ഹീറോസും ഹീറോയിൻസും അവരുടെ ആർട്ട് പ്രാക്ടീസ് ചെയ്തു. പക്ഷേ ബെൻ ജോൺസൻ്റെയും കോമഡികളും ഫ്ലെച്ചറിൻ്റെ ട്രാജഡീസും ഒന്നുമല്ല അവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ പോയിറ്റ് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതും, നിലവാരം കുറഞ്ഞ ആക്ടേഴ്സാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പ്ലേസാണ് ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഡ്രൈഡൻ പറയുന്നത്. യങ് ബോയ്സ് അവിടെ നിന്നും പഠിച്ചെടുക്കുന്നത് മാക്സിൻ്റെ പ്ലേകളാണ്. ഫ്ലെക്നോ ഇവിടെ വെച്ചാണ് സണ്ണിനെ പ്രോമിസ് ചെയ്ത് പഠിപ്പിച്ചെടുക്കുന്നത്. ഡ്രൈഡൻ പറയുന്നത് ഡ്രൈഡനെ പോലെ ഷാഡ്വെൽ ഒരു പോയറ്റാസ്റ്ററും വേർത്ത്ലെസ്സും അല്ല എന്ന് സറ്റയർ ചെയ്ത് പറയുന്നു. വിലേരിയസിൻ്റെ റോൾ സ്ഥിരമായി ചെയ്തിരുന്നത് സിംഗിൾട്ടൺ ആയിരുന്നു. ഷാഡ്വെല്ലിൻ്റെ ഡൾനെസ് ഓവർകം ചെയ്യാൻ സിംഗിൾട്ടണിന് കഴിയില്ല എന്നും ഈ ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഷാഡ്വെൽ ആണ് എന്നും ഇവിടെ ഡ്രൈഡൻ സറ്റയർ ചെയ്യുന്നു. 79 to 89 നഴ്സറി തിയേറ്റർ. ഈ നഴ്സറി നിലകൊള്ളുന്ന പ്ലേസാണ് ഫ്ലെക്നോ തൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ഇതൊരു ഐഡിയൽ പ്ലേസ് ആണ് എന്ന് കൂടി ഫ്ലെക്നോ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആൻഷ്യൻ ഡ്രാമാറ്റിസ്റ്റായിരുന്ന തോമസ് ഡെക്കർ ഡൾനെസ്സിലും നോൺസെൻസിലും അധികാരത്തിലേൽക്കാൻ ഈ പ്ലേസ് ആയിരുന്നു സെലക്ട് ചെയ്തത് എന്നും ഷാഡ്വെല്ലിനെ പോലെ തന്നെയാണ് എന്നും പറയുന്നു. ആബ്സർഡ് ക്യാരക്ടേഴ്സായ റേമോണ്ടും ബ്രൂസും അവരുടെ ഡ്രാമയ്ക്ക് കണ്ടെത്തിയതും ഈ നഴ്സറി നിലകൊള്ളുന്ന പ്ലേസ് ആയിരുന്നു. സൈക്കി പോലുള്ള സ്റ്റുപ്പിഡ് ഡ്രാമയും അബ്സർഡ് ഡ്രാമകളായ ദ മൈസ്, ദ ഹ്യൂമോറിസ്റ്റസ്, ദ ഹൈപ്രോക്രൈറ്റസ് ഇവയെല്ലാം എഴുതിയത് ഇവിടെ വെച്ചായിരുന്നു. 90 to 109 ലൈൻസ് ഈ കൊറോണേഷനെ കുറിച്ചുള്ള വിവരം എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ കൊറോണേഷൻ സെറിമണിയിൽ പങ്കെടുക്കാൻ ഒരു മൾട്ടിറ്റ്യൂഡ് ഡൾലാർഡ്സ് ലണ്ടനിലെ ബേൺഹിൽ സ്ട്രീറ്റിൽ നിന്നും വാൾട്ടിംഗ് സ്ട്രീറ്റിൽ നിന്നും വരുന്നുണ്ട്. ഈ കൊറോണേഷൻ സെറിമണിയിലേക്ക് കടന്നു വരാനുള്ള പാത അലങ്കരിച്ചിരിക്കുന്നത് പേർഷ്യൻ കാർപ്പറ്റ് ഉപയോഗിച്ചല്ല. വേർത്ത്ലെസ് പോയറ്റ്സായ ഡ്രാമാറ്റിസ്റ്റുമായ ഹേവുഡിൻ്റെയും ഷേർലിയുടെയും ഒഗ്ലിബൈയുടെയും അവരുടെ കൂടെ ഷാഡ്വെല്ലുമുണ്ട്. അവരുടെ പേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് നടന്നു വരാനുള്ള പാത അലങ്കരിച്ചിരിക്കുന്നത്. യോമൻ എന്ന് പറയുന്നത് ഷാഡ്വെല്ലിൻ്റെ ബുക്സ് പബ്ലിഷ് ചെയ്യാമെന്ന് കരുതി കരാർ ഒപ്പിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത ബുക്ക് സെല്ലേഴ്സാണ്. യോമൻ സർവീസ് നയിക്കുന്നത് ഹെറിങ്മാനാണ് ഷാഡ്വെല്ലിൻ്റെ വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നത്. കൊറോണേഷൻ ടൈമിൽ ഷാഡ്വെൽ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഫ്ലെക്നോയുടെ റൈറ്റ് സൈഡിൽ ഷാഡ്വെൽ തന്നെ എഴുതിയ സ്വന്തം ബുക്കിൻ്റെ കൂമ്പാരത്തിന് മുകളിലാണ് ഷാഡ്വെൽ ഇരിക്കുന്നത്. ലണ്ടനിലെ എല്ലാ ഡൾലാർഡ്സിൻ്റെയും ഒരു പ്രതീക്ഷ നിറഞ്ഞ സമയമാണത്.
റോമിലെ ലെജൻഡറി ഫൗണ്ടറായ ഏനിയാസിൻ്റെ സനായ അസ്കാനിയാസും ഇതുപോലെ റൈറ്റ് സൈഡിലായിരുന്നു ഇരുന്നിരുന്നത്. ഫ്ലെക്നോയും ഷാഡ്വെല്ലിനെയും ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് റോമിലെ ലെജൻഡറി ലീഡേഴ്സുമായിട്ടാണ്. ഷാഡ്വെൽ അവിടെ നടത്തിയ ഓത്ത്, അതായത് സത്യപ്രതിജ്ഞയിൽ തൻ്റെ റൈറ്റിംഗ് വിറ്റിനും ഇൻ്റലിജൻസിനും എതിരായിരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഷാഡ്വെല്ലിൻ്റെ പുരികത്തെ ബ്രൗസിനെ കമ്പയർ ചെയ്യുന്നത് ഇരുട്ടിനെ മിസ്റ്റ് കവർ ചെയ്ത പോലെ എന്നാണ്. ഷാഡ്വെൽ എന്ന പ്രിൻസിൻ്റെ ക്രൗൺ ഡൾനെസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രിൻസ് പ്രതിജ്ഞ ചെയ്യുന്നത് ഗുഡ് സെൻസിനോടും വിറ്റിനോടും തൻ്റെ ജീവിതകാലം മുഴുവൻ താൻ യുദ്ധത്തിലായിരിക്കും എന്നാണ്. 110 to 128. ഓൾഡ് ഫ്ലെക്നോ തൻ്റെ ഡ്യൂട്ടിയിൽ മുഴുകിയിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ ഒരു മഗിൽ എയിൽ, ഒരു തരം മദ്യമുണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് അൺസ്റ്റഡിനെസ്സിനെയാണ്. റൈറ്റ് ഹാൻഡിൽ ഒരു ബുക്കിൻ്റെ കോപ്പിയുണ്ട്. ഫ്ലെക്നോ തന്നെ എഴുതിയ ഡൾ പാസ്റ്റോറൽ ട്രാജിക് കോമഡിയായ ലവ്സ് കിങ്ഡമാണത്. ഇതിൽ ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടാണ് ഷാഡ്വെൽ തൻ്റെ സ്റ്റുപ്പിഡ് വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഷാഡ്വെല്ലിൻ്റെ ഓപ്പേറയായ സൈക്കി ഫ്ലെക്നോയുടെ ലവ്സ് കിങ്ഡത്തിൽ നിന്നും ഇൻസ്പയർ ആയിക്കൊണ്ടാണ് എഴുതിയത്. ഷാഡ്വെല്ലിൻ്റെ ക്രൗണിൽ പോപ്പി ഫ്ലവേഴ്സ് ഉപയോഗിച്ച് ഒരു മാല കെട്ടിയിട്ടുണ്ട്. പോപ്പീസ് ഡൾനെസ്സുമായി കമ്പയർ ചെയ്യാം. ആ മൊമെൻറ്റിൽ 12 ഔൾസ് മൂങ്ങകൾ ഷാഡ്വെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും പറന്നുപോയി. 12 ഔൾസ് സിംബലൈസ് ചെയ്യുന്നത് റോമുലാസ്, ഫൗണ്ടർ ഓഫ് റോം ആണ്. ഡള്ളറായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഭരണത്തിൻ്റെ ബിഗിനിങ് ആണത്. ഇനി 130 to 144 ലൈൻസ്. ഈ ലൈൻസ് ഫ്ലെക്നോ തൻ്റെ മകനെ ബ്ലെസ് ചെയ്യുകയാണ്. എന്താണ് ബ്ലെസ് ചെയ്യുന്നത്? അറിവില്ലായ്മയും ലജ്ജയില്ലായ്മയും കൂടുതൽ ഇൻക്രീസ് ചെയ്യട്ടെ എന്നും അവരുടെ ഭരണം അയർലാൻഡ് മുതൽ അറ്റ്ലാന്റിക് ഓഷൻ വരെ ബാർബഡോസ് വരെ എത്തിയിട്ടുണ്ട് എന്നുമാണ്. ഫ്ലെക്നോയെക്കാളും കൂടുതൽ നോൺസെൻസ് വർക്ക് എഴുതാൻ ഷാഡ്വെല്ലിന് കഴിയട്ടെ എന്നും ഫ്ലെക്നോ ആശംസിക്കുന്നു. ഇനി 145 to 158 ലൈൻസ്. ജോർജ് എഥറേജിൻ്റെ വർക്ക്സിൽ ക്യാരക്ടേഴ്സായ ഡൊറിമെൻറ്റ്, ലവേർഡ്, കല്ലി, കോക്ക്വുഡ്, ഫ്ലോപ്പിംഗ് ഇവയെല്ലാം ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ക്യാരക്ടേഴ്സാണ്. എന്നാൽ ഷാഡ്വെല്ലിൻ്റെ ക്യാരക്ടേഴ്സ് ഷാഡ്വെല്ലിനെ പോലെ ഫൂലും ഡളും അൺഇൻട്രസ്റ്റിങ്ങുമാണ്. ഷാഡ്വെല്ലിൻ്റെ ഡൾ ഡ്രാമയുടെ ഇംപ്രൂവ്മെൻറ്റിനു വേണ്ടി സെഡ്ലിയുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതായത് ചാൾസ് സെഡ്ലി വിറ്റി റൈറ്ററായിരുന്നു, എന്നാൽ ഷാഡ്വെൽ ഒരു സ്റ്റുപ്പിഡ് റൈറ്ററുമാണ്. ഷാഡ്വെല്ലിൻ്റെ പ്ലേ ആയ എബ്സം വെൽസിന് പ്രോലോഗ് എഴുതിയത് സെഡ്ലി ആയിരുന്നു. ഷാഡ്വെൽ ഒരു പ്ലേജിയറിസ്റ്റാണ്. മറ്റുള്ളവരുടെ വർക്ക് അതുപോലെ കോപ്പി ചെയ്ത് അവരുടെ ആശയങ്ങളെ കടമെടുത്ത് എഴുതുന്നതാണ് പ്ലേജിയറിസം. 159 to 174 ലൈൻസ്. ഗ്രേറ്റ് കോമിക് ജീനിയസായ ബെൻ ജോൺസന്റെ വർക്ക്സിനെ ഷാഡ്വെൽ കൊള്ളയടിക്കുന്നുവെന്നും എഥറേജിൻ്റെ ലിറ്റററി വർക്കിനെ മോഷ്ടിക്കുന്നുവെന്നും പറയുന്നു. ഷാഡ്വെല്ലിൻ്റെ ഡ്രാമകൾ പ്ലേ ചെയ്യുന്നത് ഹ്യൂമർ ഓഫ് സ്റ്റുപ്പിഡിറ്റിയിലാണ്. വീമ്പ് പറച്ചിലും പൊങ്ങച്ചവുമാണ് അവരുടെ ഒരു നാറ്റീവ് ടാലൻസ് എന്നുകൂടി ഡ്രൈഡൻ പറയുന്നു. 175 to 202. ഫ്ലെച്ചറിനെ പോലെ ബെൻ ജോൺസൺ ഒരിക്കലും മറ്റുള്ളവരുടെ വർക്ക്സിനെ അതുപോലെ കോപ്പി ചെയ്ത് എഴുതാറില്ല. പക്ഷെ ഷാഡ്വെൽ എഥറേജിൻ്റെ വർക്ക്സിൽ നിന്നും എടുത്ത് മറ്റൊരു രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഷാഡ്വെല്ലിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും വ്യക്തമാണ്. ഷാഡ്വെൽ ഒരു വിചിത്രമായ ക്യാരക്ടേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ബെൻ ജോൺസൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമേഴ്സ് ക്യാരക്ടേഴ്സിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഒരു ക്രിയേഷനാണ്. ഷാഡ്വെല്ലിൻ്റെ മൈൻഡ് ഡൾനെസ്സിലേക്ക് ബെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഷാഡ്വെൽ ഇൻ്റലക്ച്വലി നെഗ്ലിജിബിൾ ആണ്. ഷാഡ്വെല്ലിൻ്റെ ട്രാജഡീസ് അമ്യൂസ് ആണ്, എന്നാൽ കോമഡി ഉറക്കം വരുത്തുന്നതാണ്. ഷാഡ്വെല്ലിൻ്റെ സറ്റയറുകൾ പോയിന്റ്ലെസ്സും ഇനെഫക്റ്റീവുമാണ്. ഷാഡ്വെല്ലിൻ്റെ ഹൃദയം മുഴുവൻ പകയും ഉഗ്രവിഷവുമാണ്. ഷാഡ്വെല്ലിൻ്റെ സറ്ററിക്കൽ വർക്ക് ഒരു ഫലവും ചെയ്യുന്നില്ല. ഷാഡ്വെല്ലിന് കൂടുതൽ നല്ലത് അനഗ്രാമും അക്രോസ്റ്റിക്സും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അനഗ്രാം എന്ന് പറയുന്നത് ഒരു വേർഡിനെ റീഅറേഞ്ച് ചെയ്ത് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കുക. അക്രോസ്റ്റിക് എന്ന് പറയുന്നത് ഒരു പോയത്തിലെ ഓരോ ലൈനിലെയും ഫസ്റ്റ് ലെറ്റർ സ്പെൽറ്റ് ചെയ്താൽ ഒരു വേർഡോ ഫ്രേസോ മെസ്സേജോ ഫോർമേറ്റ് ചെയ്യുക. ഇനി 203 to 200
10 ലൈൻസ്. ഫ്ലെക്നോ ലിറ്റററി ആക്റ്റീവ്ലി ഫൂളിഷും വളരെ നിസ്സാരവുമാണ്. അത് ബ്രെയിനിന് ഒരു നല്ല എക്സസൈസ് പോലും നൽകുന്നില്ല. ഫ്ലെക്നോ ഒരു കെണിയിൽപ്പെട്ട് സഡൻലി അദ്ദേഹത്തിൻ്റെ കാലിന് ചുവട്ടിലുള്ള ഒരു ട്രാപ്പ് ഡോറിലേക്ക് ഡിസപ്പിയറായി പോകുന്നു. ഇതിനെ കമ്പയർ ചെയ്യുന്നത് സർ ഫോമൽ ട്രിഫിളിൻ്റെ സഡൻ ഡിസപ്പിയറൻസുമായാണ്. സർ ഫോമൽ എന്ന് പറയുന്നത് ഷാഡ്വെല്ലിൻ്റെ വെർച്യൂസിലെ ഒരു നോൺസെൻസ് ഒറേറ്ററാണ്, ഒരു ഒറേറ്റർ ക്യാരക്ടറാണ്. ബ്രൂസ് ലോഗ്വില്ലെ ഇവരൊരുക്കിയ റെഡിയാക്കിയ ട്രാപ്പിലാണ് ഫ്ലെക്നോ പെട്ടുപോയത്. ഫ്ലെക്നോ അണ്ടർഗ്രൗണ്ടിലേക്ക് ഡിസപ്പിയറായി പോയി. ഈ സമയത്ത് ഫ്ലെക്നോയുടെ റോബ്, അതായത് മേലങ്കി, താഴെയുള്ള ഷാഡ്വെല്ലിൻ്റെ ഷോൾഡറിലേക്ക് വീഴുന്നു. ആ റോബ് കിട്ടുന്നതോടെ ഷാഡ്വെല്ലിന് 2 ഇരട്ടി ഡൾനെസ് കിട്ടുന്നു എന്നതോടുകൂടി ഈ പോയം അവസാനിക്കുന്നു. താങ്ക് യു ടു ഓൾ.